എന്തിനാടാ മോന്റെ ഒലക്കമുള്ള ലൈറ്റ് അയ്യോ ഡിമ്മിട്ടൂടാ മനുഷ്യന്റെ മോത്ത് കടിച്ചിട്ട് എന്താ മതി ഷൗക്കത്തെ ഓനെ പിടിച്ചാലോടാ പിടിച്ചിട്ട് ആരായാലും പറ്റില്ല. ഓൻ ഏത് ഒറ്റ ആളായാലും പറ്റില്ല. ദാ നിക്കടാ. ദാ നിക്കടാ. ദാ നിക്കടാ. എന്താ പ്രശ്നം? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇന്നെന്താ പ്രശ്നം? ഈ ഏത് അടുത്ത് നിൽക്കണ ലൈറ്റ് അടിച്ച് പോണത് ഞാൻ ബാക്കിയുള്ള വണ്ടിക്കാർക്ക് പോട്ടെ എന്താ കളിക്കുന്നത് എന്ത് ലൈറ്റ് അടി നിന്റെ കാറിൽ ലൈറ്റ് അടി കണ്ടുക ഈ കട ഇറങ്ങിട്ട് വണ്ടി ഇറങ്ങണി വണ്ടി ഇറങ്ങണി വണ്ടി ഇറങ്ങണി ഈ വണ്ടി ഇറങ്ങണ ഇത് എന്താ നിനക്ക് ഇത് വേറെ ആൾക്കാർക്ക് പോണ്ടേ ഇത് വേറെ ആൾക്കാർക്ക് പോണ്ടേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്റെ വണ്ടിയിലെ ലൈറ്റ് അടിച്ചാൽ ഇങ്ങോട്ട് വാടാ നീ ആരാണ് നീ ഞാൻ ഇവിടെ ഉള്ളതല്ല, ഞാൻ കോഴിക്കോട്. വേണമെങ്കിൽ കോഴിക്കോടായാലും ലൈറ്റ് കണ്ടു കൈ നിങ്ങൾ ഞാൻ എന്ത് ചെയ്തതാ? നിന്റെ വണ്ടിയിലെ ഇതിനെപ്പോലുള്ള ലൈറ്റ് വണ്ടിക്കാരാണ് ഇവിടെ അപകടം വരുന്നത്. ആൾക്കാർ കാണുന്ന ഇങ്ങോട്ട് നടക്കുന്നത് ഇങ്ങോട്ട് നടക്ക് എന്റെ പൊന്നു സുഹൃത്തെ അന്നെ പോലത്തെ വണ്ടിക്കാരെ നമ്മളെ ചെറിയ വണ്ടിക്കാരൊക്കെ കാനായിലുമായിട്ട് മറിച്ചിടുന്നത് നമുക്ക് എന്ത് പറ്റി അനക്ക് നീ പോവോ അതെന്താ മനസ്സിലാക്കാത്ത ഞാൻ നേരെ ലേറ്റ് ഞാൻ ടിമ്മടിക്കാൻ മറന്നാ ചേട്ടാ. സത്യത്തില് മറന്നതാണ് അത് സമ്മതിക്കണം അതെങ്ങനെ മറക്കുക? ഞാൻ അറിയില്ലല്ലോ ഇപ്പൊ ഏത് ലേറ്റില്ല. ശ്രദ്ധിക്കൂല. ഞാൻ ഫോണിലൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ വരില്ലേ. നമ്മളെ ചിരിച്ച് കണ്ടെത്തിച്ച് കണ്ട് പണിക്ക് പോയി വരുന്ന വരവാണ് നമ്മളെ ഈ ഫോണിൽ നോക്കി കണ്ടില്ല എന്ന് പറഞ്ഞാല് നമ്മളവിടെ കവായി ചത്ത് കിടന്ന നമ്മളെ കുടുംബത്തിൽ പോയില്ലേ കുട്ടാ ഈ എന്താ മനസ്സിലാക്കാത്തത് വണ്ടി വെക്കുമ്പോ നോക്കണ്ടേ? എന്തെന്നാണ് പറയുന്നത് സുഹൃത്തുക്കളെ ഇപ്പൊ കണ്ടില്ലേ ഞാൻ ഇപ്പൊ ഈ ചെയ്ത വീഡിയോ എന്താന്ന് വെച്ചാല് പല പല ആക്സിഡന്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ലൈറ്റിന്റെ കാരണത്തിൽ. കണ്ണിലേക്ക് ലൈറ്റ് കുത്തിയിട്ട് ആകെ പ്രശ്നങ്ങളാണ്. കാരണം കമ്പനിയിൽ വരുന്ന പിന്നെ LED ലൈറ്റ് കൊണ്ട് മാത്രമല്ല എക്സ്ട്രാ ഫിറ്റിങ്സും ഉണ്ട്. ഈ കാറ് അതേമാതിരി എക്സ്ട്രാ ഫിറ്റിങ്സിന്റെ ലൈറ്റ് അത് ആരും ചോദ്യം ചെയ്യുന്നില്ല. കണ്ണിലേക്ക് കുത്തിയ ഒരു ബൈക്കേറ്റും ഒരു ഓട്ടോറിക്ഷക്കാർക്കും ഒരു ഗുഡ്സുകാർക്കും ഒന്നും റോഡിൽ ഇറങ്ങാൻ വയ്യ. ഒരു 7 മണിയൊക്കെ നമ്മളിത് ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരാൾ നമ്മുടെ സഹോദരനൊപ്പം തന്നെയാണ്. അപ്പൊ ഇത് കുന്നമലത്തുണ്ടായ ഒരു ആക്സിഡന്റ് എല്ലാ ചാനലുകളും വാർത്താ ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അമിതമായ ലൈറ്റിന്റെ കാരണം കൊണ്ടാണ് ഇരു വാഹനങ്ങളും കൂട്ടിയിടിക്കാൻ കാരണമായത്. അപ്പോൾ ഓരോ വാഹനങ്ങളിൽ പോണ ആളുകൾ അവരുടെ പേരുകൾ വ്യത്യസ്തമായിരിക്കും, സ്ഥലങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതൊക്കെ ഒരു കുടുംബത്തിലെ ഓരോ ആൾക്കാർ കാത്തിരിക്കുന്ന ആളുകൾ, അമ്മയും ഭാര്യമാരും മക്കളൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാരാണെന്നുള്ള ഇതാണ്. പഴയ മോഡൽ വണ്ടികൾക്കൊന്നും ഈ ലൈറ്റ് ഇല്ല. പുതിയ മോഡൽ എല്ലാ വണ്ടികൾക്കും ഈ ലൈറ്റാണ്. സ്കൂട്ടിക്ക് പോലും സാധാരണ വണ്ടികൾ വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. വണ്ടി സൈഡിലേക്ക് പോകാനുള്ള ഗട്ടർ കാര്യങ്ങളുണ്ട്. അപ്പൊ ഒന്നും ഒതുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും സ്കൂട്ടർ പോലത്തെ വേണമെങ്കിൽ ഇടിച്ച് മറിഞ്ഞ് തന്നെ വീഴും. അപ്പൊ അതേ അപകടമാണ് ഇന്നലെ കുന്നമലത്ത് നടന്നത്.